പ്രേക്ഷകർക്ക് ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടി അത്രമേൽ എന്താ പറയുക താല്പര്യപൂർവ്വം ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. പാലക്കാട് സ്വദേശികളാണ്. കുന്നിശ്ശേരി എന്ന് പറയുന്ന വളരെയധികം കേരളത്തിൽ അറിയപ്പെടുന്ന രണോത്സവങ്ങളിൽ ഒന്നാണ് കുന്നിശ്ശേരി കുമ്മാട്ടി. കൊങ്ങമ്പട കഴിഞ്ഞാൽ സ്ത്രീ സാന്നിധ്യം, ദേവി സാന്നിധ്യം കൊണ്ട് അവിടെയുള്ള ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ശത്രുപക്ഷത്തെ നശിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യുകയും തുരത്തി ഓടിക്കുകയും ചെയ്തതിൻ്റെ വിജയാഹ്ലാദം കൊണ്ട് ആഘോഷിക്കുന്ന വേലയാണ് കുന്നിശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്ന മഹോത്സവം. ആ കുന്നിശ്ശേരിയുടെ നാട്ടിൽ നിന്നാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്ന മോഹനൻ നായർ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ നായർ, അവരുടെ സഹധർമ്മിണിമാരായിട്ടുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. കൂടെ ഖത്തറിലാണ് ഇവർ താമസം. പക്ഷേ പാലക്കാടുകാരനായ നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രകാശായരുമായിട്ടുള്ള ഒരു സൗഹൃദം അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എല്ലാവരും പാലക്കാട്, ഞാനും പാലക്കാടാണ്. അപ്പോൾ എല്ലാവരും പാലക്കാടുകാരായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു അഭിമുഖം നിങ്ങളിലേക്ക് കടത്തിവിടുന്നത്. കാരണം മോഹനൻ നായർ ഇവിടെ എല്ലാ വർഷവും കഴിയുന്നത്ര ഖത്തറിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗഹൃദം പങ്കിടാറുണ്ട്. ഇന്ന് ഇവിടെ ഈ ഉത്തരം തിരുനാൾ മഹോത്സവത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞുള്ള സന്തോഷവും അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യം നമുക്ക് മോഹനൻ നായരെ സ്വാഗതം ചെയ്യാം. മോഹനേട്ട നമസ്കാരം. നമസ്കാരം. ഏതായാലും കുന്നിശ്ശേരിയിൽ നിന്നും തൃപ്പൂണിത്തുറയിലെത്തുക, ഒരു വലിയൊരു എന്താ പറയുക കുമ്മാട്ടി ആഘോഷിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ഒരു വലിയ മഹത്തായ ഉത്സവം നടക്കുന്ന മണ്ണിലേക്ക് വരിക. ആദ്യമേ അറിയുന്നത് തന്നെ നമ്മുടെ ഈ പ്രകാശ് ഭായിയുടെ ബന്ധം വെച്ചിട്ടാണ് ഇങ്ങനെ ഉത്സവങ്ങളും കാര്യങ്ങളും. കഴിഞ്ഞ ഇവിടുത്തെ ഉത്സവത്തിന് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും 17-ാം തീയതിയാണ് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ പ്രകാശ് ഭായിയുടെ ഒരു ക്ഷണം സ്വീകരിച്ച് കുറച്ച് മുമ്പേ ആക്കിയും കണ്ടെത്തി. തീർച്ചയായിട്ടും. അതായത് ഈ പ്രകാശ് അയ്യർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ വൃശ്ചികോത്സവം തത്സമയ സംപ്രേഷണം നടത്താൻ വേണ്ടി ഇവിടെ വരുമ്പോൾ നിറഞ്ഞു നിൽക്കുകയും എല്ലാ വ്യക്തികളുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സ്വാധീന ഘടകമാണ് പ്രകാശ് അയ്യർ എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന മോഹനേട്ടൻ കുന്നിശ്ശേരിയിൽ നിന്നും ഖത്തറിൽ ജോലിയെടുക്കുന്നയാൾ, 17-ാം തീയതി വരേണ്ടയാൾ ഇതിനു വേണ്ടി ഇന്ന് 14-ാം തീയതി ഇവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ ആ സൗഹൃദത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരാളെ കൂടി പരിചയപ്പെടാൻ നമ്മുടെ ഉണ്ണേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഉണ്ണേട്ടൻ നമസ്കാരം. നമസ്കാരം. ഇങ്ങനൊരു പൂർണ്ണത്രേശന്റെ മണ്ണിലേക്ക് പ്രകാശേരുടെ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് അനിയൻ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പ്രകാശ് അയ്യർ അവിടെ ഭയങ്കര ഫേമസ് ആണ്, ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. പൂർണ്ണത്രേശനെ കാണുന്നതിന്റെ ഒപ്പം തന്നെ പ്രകാശ് അയ്യരെ കൂടെ കാണാം എന്ന് പരിചയപ്പെടാന്നുള്ളതിലാണ് ഞാൻ വന്നത്. പൂർണ്ണത്രേശനെ കണ്ടാൽ കണ്ട പോലെയാണ്. എന്താണ് ഈ കോംപ്ലിമെന്റിനോട് എങ്ങനെ പ്രതികരിക്കും? അതാണ് സ്നേഹം. പൂർണ്ണത്രേശനടുത്ത് അതായത് എൻ്റെ ഒരു സുഹൃത്ത് പത്മരാജനുണ്ട്, പപ്പന്ന ഞങ്ങൾ വിളിക്കുക, ഷിപ്പിങ്ങിലാണ്, ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ മോഹൻചേട്ടൻ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം മദ്രാസിലാണ്. അപ്പോൾ വരേണ്ടതാണ്. അപ്പോൾ വൃശ്ചികോത്സവത്തിന് മോഹൻചേട്ടൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ വരാം, എന്തായാലും വരാൻ പറഞ്ഞു. അന്ന് ലീവ് എടുത്തു വന്നതുപോലെ ഉത്സവം കണ്ടിട്ട് പോയി. ഇന്നും അതുപോലെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ അദ്ദേഹം ബുക്ക് ചെയ്തത് അഡ്വാൻസ് ചെയ്തു. എന്നിട്ട് കുടുംബസമേതം വന്നു. നല്ല പാലക്കാട് നല്ല ചൂടാണ്. ആ ചൂടിൽ ഈ ചൂടുള്ള ഇങ്ങോട്ട് വന്നു. അത് പ്രത്യേകം വെച്ചാൽ അവിടുന്ന് രാവിലെ നേരത്തെ പുറപ്പെട്ടു. അവിടെ കുറേ പ്രോഗ്രാം കഴിഞ്ഞ് നേരത്തെ പുറപ്പെട്ട് ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടി. അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റി അങ്ങനെ ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പൂർണ്ണത്രേശൻ്റെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സൗഹൃദം എന്ന് പറയുമ്പോൾ അതെ, പിന്നെ ഇതിപ്പോൾ നമ്മുടെ നാടായി മാറിയതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും പ്രകാശേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏട്ടൻ്റെ ഭാര്യയല്ല, വേറെ വല്യമ്മയുടെ മകൻ്റെ ഭാര്യയാണ്. ഓക്കെ. പേരെന്താ? പ്രസന്ന. ഇവിടെ ആദ്യമായിട്ട് വരാണ്? ആദ്യമായിട്ട് വരണം. ഇവരുടെ ക്ഷണത്തെ സന്തോഷം വന്ന് തൊഴാൻ പറ്റിയ ഭാഗ്യം. ഇത്രയും വലിയൊരു കാര്യം നടന്നത് നല്ല സന്തോഷമായി. വിചാരിക്കാത്തൊരു ഭാഗ്യം കിട്ടി. മോഹനാനിയന്മാരുടെ കൂടെ വരാൻ പറ്റിയാണ്. ചേട്ടന് സുഖമില്ലാത്ത. തീർച്ചയായും. എന്താണ് പേര്? ഭാഗ്യലക്ഷ്മി. എവിടെ? ഖത്തറിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ ഒരു വലിയൊരു ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞാൽ എന്ത് വളരെ സന്തോഷം. ഭഗവാനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അല്ലേ? ഭക്ഷണം കഴിച്ചു. വളരെ സംതൃപ്തമാണ്. നല്ല സൂപ്പർ ഭക്ഷണം, ഭഗവാന്റെ പ്രസാദം നന്നായി സന്തോഷമായി കിട്ടിയത്. തീർച്ചയായിട്ടും ഇതൊരു സൗഹൃദത്തിന്റെ ആഴം മാത്രമല്ല, മറിച്ച് വലിയൊരു വ്യക്തിബന്ധത്തിന്റെ കെട്ടുറപ്പുള്ളൊരു ബന്ധത്തിന്റെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. പാലക്കാട് നിന്നും അവർ ഖത്തറിൽ ജോലിയെടുക്കുകയാണെങ്കിലും ഈ പ്രകാശേട്ടൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരിവിടെ എത്തി ഈ ഉത്തരനാളിൽ പങ്കെടുത്തു. പ്രസാദം ഭഗവാന്റെ പിറന്നാൾ സദ്യ കഴിച്ചു. അങ്ങനെ സംതൃപ്തമായ ഒരു മനസ്സോടുകൂടി, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉത്സവ
ഉത്സവങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയും അവരുടെ എന്താ പറയുക സമർപ്പണമൊക്കെയാണ് വളരെയധികം മേന്മയായി എടുത്തു പറയേണ്ടത്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രകാശേട്ടനൊക്കെ എന്തെങ്കിലും ഈ ഒരു ഉത്സവത്തിന് വേണ്ടി അദ്ദേഹം എന്താ പറയുക ദിവസങ്ങളോളം അധ്വാനിക്കുന്ന ആളാണ് പ്രകാശേട്ടൻ. അപ്പോൾ അവരോടൊപ്പം നിൽക്കുക പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വരും വർഷങ്ങളിലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരും വരും വർഷങ്ങളിലും ഇതുപോലെ ഉത്സവത്തിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കിട്ട് വേണ്ട തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള എന്താ പറയുക കൂട്ടായ്മയിലും അവർ പങ്കുചേരുമെന്നുള്ളതാണ്. അവരുടെ സംഭാവനകളോ അല്ലെങ്കിൽ സമർപ്പണങ്ങളോ എന്തായാലും അതൊക്കെ സ്നേഹത്തിന്റെ ഒരു നൂലുകാൽ ബന്ധിക്കപ്പെട്ടതാണ്. ഇതെല്ലാം എന്തുവാ ഇവരെ താങ്ക്സ് പറയണ്ടേ പ്രകാശേട്ടാ? അല്ല എന്തുവാ എങ്ങനെയാണ് കടപ്പാട് പൂർണ്ണത്രേശന്റെ ഒരു അനുഗ്രഹം എന്നല്ലാണ്ട് പറയാനാണ്. പൂർണ്ണത്രേശനാണല്ലോ ഇതെല്ലാം കാരണക്കാരൻ. അപ്പോൾ അതാണല്ലോ നമ്മൾ പൂർണ്ണത്രേശനാണ് പറയേണ്ടത്. അവരുടെ കുടുംബത്തിന് നല്ല സന്തോഷവും സൗഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാ കാര്യങ്ങളും സഹകരണം ഭയങ്കരമാണ് അവരുടെ. അതിപ്പോൾ നമ്മൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സഹകരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണത്രേശന്റെ അനുഗ്രഹം അവരുടെ മൊത്തം കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഇനിയും വരട്ടെ പരിപാടികൾക്ക് എന്നുള്ളതാണ്. തീർച്ചയായും ഇനിയും ഇതുപോലുള്ള ആഘോഷങ്ങൾക്കും അതുപോലെ തന്നെ ഉത്സവങ്ങളായാലും സൗഹൃദ കൂട്ടായ്മയിലൂടെ ഈ ബന്ധം ഇന്ന് നിലനിർത്തണം. കാരണം മനുഷ്യബന്ധങ്ങൾ അറ്റുപോകാതെ നിലനിർത്തുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും ഗുണസവിശേഷത. അത് നിലനിർത്തിക്കൊണ്ടുവരുന്ന ഇവർക്ക് പൂർണ്ണത്രേശന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹ കൃപാ കടാക്ഷങ്ങളും എന്നെന്നും അവരുടെ ജീവിതത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിയോടുകൂടി സമൃദ്ധിയോടുകൂടി ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ക്ഷേത്ര മീഡിയ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്ര മീഡിയ, തൃപ്പൂണിത്തുറ.